ഇവിടെ വന്നിറങ്ങിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഫുൾ ഫോറിനേഴ്സാണ്. എന്തോരാന്ന് അറിയോ, എയർപോർട്ട് ഫുൾ പാക്ഡ് ആണ്. പിന്നെ കുറേ പേര് കണക്ട് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. ചൈനയിലേക്ക് ഇവിടുന്ന് കണക്ഷൻ ഫ്ലൈറ്റ് കിട്ടും, അതൊക്കെ ഭയങ്കര ചീപ്പാണ്. അങ്ങനെ കുറേ ആൾക്കാർ പോകുന്നുണ്ട്. എൻ്റെ പൊന്നു എന്തൊക്കെ ഉണ്ടായെന്നറിയോ എമിഗ്രേഷനിൽ. ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ ശ്രീലങ്കയിൽ വിസിറ്റ് ചെയ്ത്, നിങ്ങൾ ഏത് സ്ഥലം ചോദിച്ചോ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കെൻഡി അല്ല, ഈ സ്ഥലങ്ങളൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അതൊക്കെ ഓക്കെ, എന്തായിക്കോട്ടെ, ഇപ്പോഴത്തെ ഓഫീസർ ഇങ്ങനെയാണ്. വെൽക്കം ടു നിഫിം വ്ലോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ചാലക്കുടിക്കാരൻ. അപ്പോൾ ഞാനിപ്പോൾ ചാലക്കുടിയാണുള്ളത്. ഞാൻ ഇപ്പോൾ എയർപോർട്ടിലേക്ക് പോവാം. നമ്മുടെ അപ്പൂസാണ് നമ്മളെ കൊണ്ടാക്കുന്നത്. ഇത് എൻ്റെ നാടാണ് ചാലക്കുടി. നമ്മൾ എവിടേക്കാണ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട് വിട്ടു പോവാ. 22 ദിവസത്തെ വിദേശ യാത്രയാണ്. അതൊരു ചലഞ്ചിങ് അയക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു 6 കൺട്രി 22 ദിവസം കൊണ്ട് തീർക്കണം. അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. എല്ലാം വഴിയെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ 6 രാജ്യങ്ങളിൽ എങ്ങനെ പോവാം, ഏത് വിധേന പോവാം, ബോർഡർ ക്രോസിങ് എങ്ങനെയാണ്, ഇതെല്ലാമാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു ലക്ഷ്യം പാക്കേജ് ഒന്നും ഇല്ലാതെ എല്ലാവരും സ്വന്തമായിട്ട് യാത്ര ചെയ്യണം, വിദേശികൾ ചെയ്യുന്ന പോലെ. അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. ആ യാത്രയ്ക്കാണ് ഒരു ലൈഫ് ഉള്ളൂ സത്യമായിട്ടും. ഇത് നമ്മുടെ കൊരട്ടി പോകുന്ന ദേശീയ ഹൈവേ ഉണ്ടോ. ഇവിടത്തെ തിരക്കൊന്നും നോക്കി, ഈ റോഡ് പണി കാരണമുണ്ട്. അതുകൊണ്ട് ഈ ഷോർട്ട് കട്ടിലൂടെയാണ് ഇപ്പോൾ പോകാൻ പറ്റുന്നത്. ഇതൊക്കെ എന്ത് മോശമാണെന്നറിയോ. നമ്മുടെ റോഡ് പണി നടക്കുമ്പോൾ തന്നെയാണ് ടോൾ പിരിക്കുന്നത്. പാലിയേക്കര ടോൾ പ്ലാസയുടെ ഒരു കോമഡി എന്നിട്ട് ആ കളക്ടർ ഓർഡർ ഇറക്കും, ടോൾ പിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂറിനുള്ളിൽ ആ ഓർഡർ റദ്ദാക്കും. ഇതന്നെ ഓർഡർ ഇടും, അത് റദ്ദാക്കും, ഇടും, റദ്ദാക്കും. ഇതാണ് അവസ്ഥ. ഈ എയർപോർട്ടിൽ പോണ ആൾക്കാരുടെ ഒക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. ഈ മുരുങ്ങൂര് ഭാഗത്ത്, കൊരട്ടി ഭാഗത്ത്, അത് കഴിഞ്ഞിട്ട് ചെറങ്ങര ഭാഗത്ത് എല്ലാം പൊളിച്ചിട്ടേക്കാം, ഒറ്റയടിക്ക് പൊളിച്ചിട്ടേക്കാം. നല്ലതൊക്കെയാണ്, പക്ഷെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റും. നിങ്ങൾ ചൈന ആ രാജ്യങ്ങളിലൊക്കെ നോക്കി, നിസ്സാര അവർ കൊണ്ട് ഒരു മേൽപ്പാലം ഉണ്ടാക്കിയ ചരിത്രങ്ങളൊക്കെ ചൈന ഉണ്ടാക്കിയിട്ടുണ്ട് എക്യുപ്മെന്റ്സ് വെച്ചിട്ട്. ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ എൻട്രൻസിന്റെ അവിടെ എത്തി. നമ്മളിവിടെ മെയിൻ ആയിട്ട് വന്ന് ചായ കുടിക്കാനാണ്. ഇവിടെ ചായ കുടിച്ചിട്ടാണ് മിക്കവരും പോകാറുള്ളൂ. സത്യം പറയുകയാണെങ്കിൽ ഏത് യാത്ര പോകുമ്പോൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല പേടി എനിക്കുണ്ട്. അത് ഇപ്പോഴും അല്ലെ എപ്പോഴും അതെ, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എപ്പോഴുണ്ട്. പിന്നെ എയർപോർട്ടിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഒരു കൂളാവും. പിന്നെ തിരിച്ചു വരാനാണ് ബുദ്ധിമുട്ട്. അത് എല്ലാവർക്കും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ എയർപോർട്ടിൽ എത്തി. ഈ സാധനം എടുക്കട്ടെ. ഓക്കെ ബൈ, അപ്പം കാണാം. പൊളിക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോഴും കുറേ പേരുടെ സംശയമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴും ടിക്കറ്റ് പ്രിൻ്റ് എടുക്കണമെന്ന്. ടിക്കറ്റ് ഒരിക്കലും പ്രിൻ്റ് എടുക്കേണ്ട. പാസ്പോർട്ടും ടിക്കറ്റ് ഇപ്പോഴും നമ്മൾ ഫോണിൽ കാണിച്ചാൽ മതി. അപ്പോൾ അത് നമ്മൾ നമ്മുടെ ടിക്കറ്റും പാസ്പോർട്ടും കാണിച്ച് ഉള്ളിലേക്ക് കയറാൻ അതിന് നമ്മൾ ചെക്ക് ഇൻ ചെയ്യണം. അപ്പോൾ ചെക്ക് ഇൻ ചെയ്യാനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. എല്ലാം എയർപോർട്ടിലേക്ക് കയറുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു ഡിപ്പാർച്ചർ TV കാണും. ആ TV നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൈറ്റ് എവിടെയാണെന്ന് മനസ്സിലാവും. ഇപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് ശ്രീലങ്കയാണ്. അതെ, ശ്രീലങ്കൻ B15 to 21. എമിഗ്രേഷനായല്ലോ, ചെക്കിങ്ങിന് വേഗം പോട്ടെ. ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. ഇവിടെ C, അവിടെ B, ഇങ്ങനെ സൈഡിലേക്ക് എഴുതിയിട്ടുണ്ടാവും. അവിടേക്ക് പോയാൽ മതി. ഈവൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ആരുടെ അടുത്ത് ചോദിച്ചാലും പറഞ്ഞുതരും. ഇപ്പോൾ അതെ നമ്മുടെ ശ്രീലങ്കൻ എക്കണോമിക് ക്ലാസ് ചെക്കിങ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ വരാം, ചെക്ക് ഇൻ ചെയ്യുക, നമ്മുടെ ബാഗ് ഇവിടെ വയ്ക്കുക. അപ്പോൾ ഇതിൽ കണ്ട ഈ ഒരു ലിസ്റ്റ് വേണമെങ്കിൽ എടുത്ത് വെച്ചോ. ഏതൊക്കെയും കൊണ്ടുപോകാനൊക്കെയും പറ്റും. ഇതേങ്ങനത് എണ്ണ കാര്യങ്ങൾ, ഡ്രോണൊക്കെയും വിത്തൗട്ട് ബാറ്ററി കൊണ്ടുപോകാം ചെക്കിൻ ബാഗിൽ. പിന്നെ ഈ പവർ ബാങ്ക് കാര്യങ്ങളൊന്നും ചെക്കിൻ ബാഗിൽ കൊണ്ടുപോകാനൊന്നും പറ്റില്ല. ഇതൊന്നും നോക്കി വെച്ചോളൂ. ചെക്കിൻ ബാഗേജ് അങ്ങോട്ട് പോയി. ആ ബാഗ് എനിക്ക് ഇനി കിട്ടുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. ഞാൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീലങ്ക പോയിട്ട് ശ്രീലങ്കയിൽ നിന്ന് മലേഷ്യയാണ് പോണേ. അപ്പോൾ കണക്റ്റഡ് ഫ്ലൈറ്റ് കിട്ടിയ 24 hours ലേ ഓവർ ഉണ്ട്. അപ്പോൾ ഞാൻ ശ്രീലങ്ക ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു വരാമെന്ന് വെച്ചു. അപ്പോൾ ചെക്കിങ് പാക്കേജിലും എല്ലാം ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് പിടയ്ക്കാമെന്ന് വെച്ചു. ഒന്നും നടക്കൂല. അങ്ങനെ ചെക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെ ഇവിടെ കുറേ മണി എക്സ്ചേഞ്ചും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇവിടുന്ന് മണി എക്സ്ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഡോളറിനൊക്കെ ഇവിടെ 87-90 രൂപയ്ക്കാണ് വാങ്ങിക്കുന്നത്. ഭയങ്കര റേറ്റാണ്. അത്രയൊന്നുമില്ല. ഞാൻ മണി എക്സ്ചേഞ്ച് ചെയ്യുന്നത് ചാലക്കുടിയിൽ എവിടെയാണെന്ന് നിങ്ങൾ കണ്ടിട്ടോ. എൻ്റെ എല്ലാ ഇൻ്റർനാഷണൽ യാത്രയിലും ഞാൻ ഡോളർ ചേഞ്ച് ചെയ്യുന്നത് ചാലക്കുടിയിൽ അഹല്യയിലാണ്. എനിക്ക് ബെസ്റ്റ് റേറ്റിൽ തരുന്ന ഒരു പുള്ളിയാണ്. പേഴ്സണലി എനിക്ക് പേഴ്സണൽ റേറ്റാണ് ഇവിടെ വരുന്നത്. നിങ്ങളുടെ പേര് പറഞ്ഞോളൂ. എൻ്റെ പേര് ജോജി എന്നാണ്. അഹല്യ എക്സ്ചേഞ്ചിൽ കഴിഞ്ഞ പ്രാവശ്യം ശ്രീലങ്കയിൽ പോയപ്പോൾ ഡോളറിൽ മഷി പറഞ്ഞ കാരണമുണ്ട് അവിടെ എടുത്തില്ല. പക്ഷെ നല്ല രീതിയിൽ എനിക്ക് അസിസ്റ്റ് തന്നു. നമുക്ക് അതൊക്കെ ശരിയാക്കാന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളെല്ലാം പറഞ്ഞു. എനിക്കൊരു കാര്യം പറയാനുള്ളൂ, നിങ്ങൾ ഒരു യാത്ര പോകുന്നുണ്ടെങ്കിൽ ഡോളർ ഏത് നോട്ട് എടുക്കുമ്പോൾ അതിൽ മഷി പുറണ്ട് എടുക്കാൻ പാടില്ല. അവിടെ എക്സ്ചേഞ്ച് റേറ്റ് ഒന്നും കിട്ടില്ല. ശ്രീലങ്കയിലൊന്നും എടുക്കില്ല. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല. നിങ്ങൾ ചാലക്കുടിയിൽ എവിടെ അന്വേഷിച്ചിട്ട് ഇവിടേക്ക് വരിക. ഈ പുള്ളീനെ കാണാം. പേഴ്സണലി ഈ പുള്ളീനെ കണ്ടോ, എൻ്റെ നിഫിം വ്ലോഗ്സ് പറഞ്ഞിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ റേറ്റ് കിട്ടും. അത് എൻ്റെ ഗ്യാരണ്ടി.
ഓക്കെ ശരിയല്ലേ, കൊടുക്കില്ലേ? കൊടുക്കും. അപ്പൊ അതെ ഇത്ര ഇന്ത്യൻ മണി കൊടുക്കാണ്. നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മുടെ പാസ്പോർട്ടും നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് എല്ലാം പാൻ കാർഡും കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡോളേഴ്സ് കിട്ടും. ഇത്ര എമൗണ്ട് കൊടുത്ത് ഇത്ര നമുക്ക് കിട്ടിയുള്ളൂ. ഈ എമിഗ്രേഷൻ കൗണ്ടറിൽ ഇങ്ങനെ പോകണം. ഇവിടെയാണ് നമ്മുടെ ഈ ടിക്കറ്റും പാസ്പോർട്ടും കണ്ണും കാര്യങ്ങളെല്ലാം കാണിക്കേണ്ടത്. സീലടിച്ചേക്കാണ്. പിന്നെ സെക്യൂരിറ്റി ചെക്കിങ് കൂടി കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് കയറായി. അപ്പോൾ സെക്യൂരിറ്റി ചെക്കിങ്ങിന് നമ്മളെ ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിൽ വെക്കണം. കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് കണ്ടു. അങ്ങനെ മിഠായി കാര്യങ്ങളെല്ലാം ഉണ്ട്, പെർഫ്യൂംസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. എൻ്റെ പൊന്നെ ഇതുപോലത്തെ ഒരു ചെക്കിങ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. എന്നിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കേ എല്ലാം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ബെൽറ്റ് അടക്കം ഉരിച്ചു. ഒരു ബോർഡർ ക്രോസിങ് യാത്ര പോകാൻ എന്ത് കഷ്ടമാവും നോക്ക്. ഞാൻ ചെക്കിങ് ചെയ്തില്ലേ, അവിടെ ഒരുമാതിരി ക്വസ്റ്റ്യൻസ്. ഭയങ്കര ഫ്രണ്ടിലായിരുന്നു കേട്ടോ. അത് വേറെ കാര്യം. എങ്ങടെ പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊച്ചിയിൽ നിന്ന് ഞാൻ കൊളംബോ ശ്രീലങ്കയിൽ പോയിട്ട് അവിടുന്ന് കോലാലംപൂർ പോകും. അപ്പോൾ എനിക്ക് ആ ടിക്കറ്റ്സും കാര്യങ്ങളും കേട്ടോ. അപ്പോൾ റിട്ടേൺ ടിക്കറ്റ് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ റിട്ടേൺ ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയറ്റ്നാമിൽ നിന്ന് സിംഗപ്പൂരിൽ നിന്നാണ് ചെന്നൈയിലേക്കാണ്. അപ്പോൾ അവർ ചോദിച്ചു അത് ഇങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു ബോർഡർ ക്രോസിങ് കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ മലേഷ്യയിൽ നിന്ന് എങ്ങനെ പോകണത്? ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു മലേഷ്യയിൽ നിന്ന് തായ്ലൻഡിലേക്ക് പോകും. അതെങ്ങനെ പോകണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ട്രെയിൻ കയറി കോലാലംപൂരിൽ നിന്ന് പത്തംബസാറിലേക്ക് പോകും. അവിടെ ഇമിഗ്രേഷൻ കാര്യങ്ങളൊക്കെയും കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ബാങ്കോക്കിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ പോകാൻ പറ്റുമോ? അങ്ങനെ എനിക്ക് ഭയങ്കര ഡൗട്ട്. അപ്പോൾ അവർ പോകാൻ പറ്റും. ഞാൻ ഒരു ഡയറിയൊക്കെ എടുത്ത് കാണിച്ചു. ഞാൻ ഒരു മാസമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി ഞാൻ യൂട്യൂബറാണ്, ഞാൻ അഡ്വക്കേറ്റാണ്. എൻ്റെ അഡ്വക്കേറ്റിൻ്റെ കാർഡും കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ വിട്ടു. എമിഗ്രേഷൻ്റെ അവിടെ ഈ സെയിം ക്വസ്റ്റ്യൻസ് കാര്യങ്ങളെല്ലാം അവർക്ക് പറഞ്ഞു കൊടുത്തു. അവരും ഹാപ്പി. അതൊക്കെയും കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് സെക്യൂരിറ്റി ചെക്കിങ്. സെക്യൂരിറ്റി ഭാഗമാണ് എല്ലാം ഞാൻ ആക്സെപ്റ്റ് ചെയ്ത് എനിക്ക് കുഴപ്പമില്ല. എൻ്റെ ബെൽറ്റ്, ഷൂ, മെറ്റലായിട്ടുള്ള എല്ലാ സാധനങ്ങളും അയച്ചു. ഇതൊക്കെ അയച്ചു. എൻ്റെ ലാപ്ടോപ്പ് എല്ലാ കാര്യങ്ങളെല്ലാം കയറ്റി അയച്ച് ഒരു ചെക്കിങ് ഉണ്ട്. ആ സെക്യൂരിറ്റി ചെക്കിങ് വെറുത്തു. കാരണം ബെൽറ്റ് വരുമ്പോൾ പാൻറ് ഉരിക്കും. അതാണ് ഏറ്റവും വിഷയം. പിന്നെ ഈ ഷൂ ഇടാൻ പോലും അവിടെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പും പോലും ഇല്ല. അതാണ് ഏറ്റവും ശോകം. ഈ സെക്യൂരിറ്റി ചെക്കിങ് നല്ലതാണ്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇത്രയും ലോകം വികസിച്ചിട്ടും എയർപോർട്ടിൽ മാത്രം ഇങ്ങനത്തെ ഒരു പഴയ രീതിയിലുള്ള സെക്യൂരിറ്റി ചെക്കിങ് ആ സിസ്റ്റമൊക്കെ മാറി ഒരു പുതിയ സെറ്റപ്പിലേക്ക് ആവണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ ഒരാൾ വന്ന് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്തൊന്ന് സംസാരിക്കുന്ന ആൾ ചൈനയിലേക്കാണ് പോകുന്നത്. പേര് ഷഫീഖ്. വീടോടെ? വീട് കാലിക്കറ്റ് കോഴിക്കോടാണ്. അപ്പോൾ ആൾ ചൈന ബിസിനസ് മാൻ അല്ലേ. അപ്പോൾ ആൾ ചൈനയിൽ നിന്ന് സാധനങ്ങളെല്ലാം ഇവിടേക്ക് കസ്റ്റമേഴ്സിന് വേണ്ടി ഇറക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പരിചയപ്പെടാൻ പറ്റുന്ന വളരെ സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗേറ്റ് ഇവിടെ തുറന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ബോർഡിംഗ് പാസും കാര്യങ്ങളെല്ലാം കൊടുത്ത് കയറാം. താങ്ക് യു വെരി മച്ച്. രണ്ടെണ്ണം. താങ്ക് യു. അങ്ങനെ നമ്മൾ സീറ്റിലെത്തിക്കാണ്. എൻ്റെ സീറ്റ് കോമഡി സെൻറ്ററിലാണ്. ഫൈനലി നമ്മൾ ശ്രീലങ്കയിലെത്തിയേക്കാണ്. യുവർ നെയിം? യു ആർ ഫ്രം ഇന്ത്യ? ബാംഗ്ലൂരിലുള്ള ഒരു പയ്യനെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഹാപ്പി ജേർണി. ഇതൊക്കെ ബിസിനസ് ക്ലാസ് കാര്യങ്ങളാണ്. അടിപൊളിയായിരുന്നു. താങ്ക് യു. ശ്രീലങ്കയിലേക്ക് കാലുകുത്തിയേക്കാണ്. നമ്മൾ രണ്ടാമത്തെ തവണയാണ് ശ്രീലങ്കയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളെല്ലാം കാണാം. ശ്രീലങ്കയിൽ വരുമ്പോൾ ഒരു സംഭവം എന്ന് വെച്ചാൽ എപ്പോഴും എയർ ജാമിൽ എപ്പോഴും പെടാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വിട്ടു, ഇപ്പോഴും വിട്ടു. കാരണം ഇതൊരു ഐലൻഡ് ആയതുകൊണ്ട് മേഘങ്ങളുടെ ഇടയിൽ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എയർ ജാമും കാര്യങ്ങളെല്ലാം വരും. അത് യൂഷ്വലി. പക്ഷെ രസമാണ്. ഇവിടെ വന്നിറങ്ങിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഫുൾ ഫോറിനേഴ്സാണ്. എന്തോരാന്ന് പറയുമോ. എയർപോർട്ട് ഫുൾ പാക്ഡാണ്. പിന്നെ കുറേ പേര് കണക്ട് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. ചൈനയിലേക്ക് ഇവിടുന്ന് കണക്ഷൻ ഫ്ലൈറ്റ് കിട്ടും. അതൊക്കെ ഭയങ്കര ചീപ്പാണ്. അങ്ങനെ കുറേ ആൾക്കാർ പോകുന്നുണ്ട്. പിന്നെ ഞാൻ പോണ പോലെ ഇവിടുന്ന് മലേഷ്യക്ക് കണക്റ്റഡ് ഫ്ലൈറ്റാണ്. 24 hours ലേ ഓവറാണ്. അപ്പോൾ 24 hours നമ്മൾ എന്ത് ചെയ്യും, ശ്രീലങ്ക എക്സ്പ്ലോർ ചെയ്യും. നമ്മൾ അറൈവലിൽ പോണ വഴി ഇവിടെ ഉണ്ട് ഒരു ബലാജിയോ കാസിനോ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. ഇത് നമ്മുടെ കേരളത്തിൽ ഹയാത്തിൽ ഇവരുടെ ഫങ്ഷൻസ് ഒക്കെ വരാറുണ്ട്. ഇവരുടെ പ്രൊമോഷൻ ഫങ്ഷൻസ് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്കറിയാം. ഞാൻ ഇവിടേക്ക് ചെന്നിട്ടില്ല. എന്തോ കാസിനോ ക്ലബ്ബാണ് ചീട്ടുകളും കാര്യങ്ങളും ഉള്ളത്. എമിഗ്രേഷൻ്റെ അവിടെ എന്ത് തിരക്കാണെന്ന് അറിയോ. എൻ്റെ പൊന്നു എന്തൊക്കെ ഉണ്ടായെന്ന് അറിയോ എമിഗ്രേഷനിൽ. ഒരു
ഭയങ്കര എന്താ പറയാ. അങ്ങനെ നമ്മൾ ബാഗേജ് എടുക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. എനിക്ക് ബാഗേജ് ഒന്നും കിട്ടില്ല. എൻ്റെ ബാഗേജ് ഇനി മലേഷ്യയിൽ വെച്ച് കിട്ടുള്ളൂ. കൊച്ചിയിൽ നിന്ന് ഞാൻ ബാഗേജ് ഇട്ടത് ഇനി മലേഷ്യയിൽ എത്തി കിട്ടുള്ളൂ. അങ്ങനത്തെ സെറ്റപ്പാണ്. പുള്ളി എന്നെ ഇപ്പോൾ ഹെൽപ്പ് ചെയ്ത്, കാരണം എൻ്റെ ബാഗേജ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പ് വരുത്തണം. കാരണം എങ്ങാനും മിസ്സായി കഴിഞ്ഞാൽ എനിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ശ്രീലങ്ക പീപ്പിൾസ് ഭയങ്കര വെൽക്കമിങ് ആണ്, എന്താ പറയുക, ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. അത് നമ്മൾ പോയി കഴിഞ്ഞാൽ അറിയുള്ളൂ. അടിപൊളി ആൾക്കാരാട്ടോ. താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, അങ്ങനെ നമ്മൾ ശ്രീലങ്കയുടെ പുറത്തേക്ക് പോവാണ്. എഗെയിൻ ഞാൻ ശ്രീലങ്കയിലേക്ക് വന്നു. ഭയങ്കര സന്തോഷം. എന്താണെന്നറിയില്ല, എനിക്ക് അത്ര ഇഷ്ടമാണ് ശ്രീലങ്ക. നിങ്ങൾ ഇതൊന്നും നോക്കിക്കേ, എന്തോരാൾക്കാരാണെന്ന് പറയും. ഇവിടെ എത്രത്തോളം ടൂറിസ്റ്റാണ് വരണതെന്ന് നിങ്ങൾക്കറിയോ? ഞാൻ ഇപ്പോൾ തന്നെ ആ ഇമിഗ്രേഷൻ ഓഫീസിൽ പോയി. ഇപ്പോൾ അവിടെ എന്തോ പാകിസ്ഥാൻ, ജപ്പാൻ, ചൈന, ഓൾമോസ്റ്റ് യൂറോപ്യൻസ് എല്ലാവരും ഇവിടെ വരാണ്. അത്രയ്ക്കും കുത്തൊഴുക്കണേ. ഇപ്പോൾ എല്ലാവരും ശ്രീലങ്ക എക്സ്പ്ലോർ ചെയ്യാൻ വരാണെങ്കിൽ അതെ, ഇവിടെ മണി എക്സ്ചേഞ്ച് കാര്യങ്ങളല്ലാണ്ട് എല്ലാത്തിലും സെയിം റേറ്റ് തന്നെയാണ്. എക്സ്ചേഞ്ച് റേറ്റ് കാര്യങ്ങളെല്ലാം മിനിമം $50 ആണ് ഇവർ എക്സ്ചേഞ്ച് ചെയ്യുള്ളൂ. 50-ന് താഴെ എക്സ്ചേഞ്ച് ചെയ്യില്ല. അപ്പം നിങ്ങൾ 50 അല്ലെങ്കിൽ $100 വരാം. അത് കഴിഞ്ഞിട്ട് അവിടെ സിമ്മും കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ സിമ്മും കാര്യങ്ങളെല്ലാം എടുക്കാം. എൻ്റെ ഈ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 രാജ്യം 22 ദിവസം കൊണ്ട് കറങ്ങാതാണ്. അപ്പോൾ ശ്രീലങ്കയിൽ നിന്ന് മലേഷ്യയിൽ നിന്ന് എല്ലാം ബോർഡർ കോഴ്സ് വഴി വിയറ്റ്നാം എത്താം. വിയറ്റ്നാമിൽ നിന്ന് സിംഗപ്പൂർ, അവിടെ നിന്ന് നാട്ടിലേക്കാണ്. അപ്പോൾ ഇത് ഒന്ന് കൺവിൻസ് ചെയ്യാൻ ഞാൻ കൊച്ചിയിൽ കുറച്ചൊക്കെയും പാടുപെട്ടു. പക്ഷെ അവർക്ക് മനസ്സിലായി, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ആ കാര്യങ്ങളെല്ലാം കഴിച്ചു ശ്രീലങ്കയിലെത്തിയപ്പോൾ ഇമിഗ്രേഷനിലെ ഓഫീസർ ചോദിച്ചു ഹോട്ടൽ ബുക്കിംഗ് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഹോട്ടൽ ബുക്കിംഗ് എൻ്റെ ഇല്ല. ഞാൻ പറഞ്ഞു ഞാൻ താമസിക്കുന്നില്ല, ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരും. അത് പറഞ്ഞാൽ പറ്റൂല, അങ്ങനെ. ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ ശ്രീലങ്കയിൽ വിസിറ്റ് ചെയ്തു, നിങ്ങൾ ഏത് സ്ഥലം ചോദിച്ചോ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കെൻഡി എല്ലാ ഈ സ്ഥലങ്ങളൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അതൊക്കെ ഓക്കെ, എന്തായിക്കോട്ടെ, ഇപ്പോഴത്തെ ഓഫീസർ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ അടുത്ത് ഹോട്ടൽ ബുക്കിംഗ് പോലും ചോദിച്ചിട്ടില്ല, എവിടേക്ക് പോകണമെന്ന് ചോദിച്ചു. ജസ്റ്റ് പറഞ്ഞു, കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് നേരെ പുറത്തേക്ക് വിട്ടു. ആൾ പിടിച്ചിരുത്തി കുറച്ച് നേരം സംസാരിച്ചു. പക്ഷേ അത്രയും ചൂടൊന്നും ആയില്ല, അങ്ങനെ ഫ്രണ്ട്ലിയായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ആൾ പറഞ്ഞു അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും ഹോട്ടൽ ബുക്കിംഗ് കൊണ്ട് വന്നേ പറ്റൂ, ഈ പ്രാവശ്യം ഞാൻ വിട്ടേക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അടിച്ചു തന്നു. ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഒന്ന് കൊളംബോ മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു തരാം. ശ്രീലങ്കയിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന വണ്ടികളാണ് കേട്ടോ ഇതെല്ലാം. ഇതുപോലെ കുറേ പഴയ വണ്ടികളും കാര്യങ്ങളെല്ലാം ഉണ്ട്. പോലീസ് വണ്ടി കാണുന്നുണ്ട്, എന്ത് രസമാണ് കാണാൻ പോലീസ് വണ്ടി. അടിപൊളി പോലീസ് വണ്ടി. അപ്പോൾ കൊളംബോ ബസ്സാന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നത്. കൊളംബോ ബസ്സല്ല. അപ്പോൾ ആ അമ്മ പറഞ്ഞ കൊളംബോ ബസ് അവിടെ ഇല്ല, അങ്ങടാണ്. സിംഗ്ല ഭാഷയിലാണ് പറഞ്ഞത്. നമുക്ക് കാര്യം അറിയണമെങ്കിൽ ഭാഷ ഒന്നും അറിയേണ്ട ആവശ്യമില്ല, അവരുടെ ആക്ഷനിൽ നിന്ന് നമുക്ക് എല്ലാം കണ്ടെത്താൻ പറ്റും. എയർപോർട്ടിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക്, അതായത് കൊളംബോ സൈഡിലേക്ക് നടക്കുമ്പോൾ നമുക്കിവിടെ ബസ് സ്റ്റേഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ നിന്ന് കയറി കൊളംബോക്ക് പോയാൽ മതി. ഒരു ഓട്ടയും ഒന്നും എടുക്കണ്ട, കാരണം ഒടുക്കത്തെ റേറ്റാണ് പറയാം. നമ്മൾ ബസ്സിൽ പോവാം. ഇവിടെ BOI ശ്രീലങ്ക കണ്ടുനായക് എക്സ്പോർട്ട് പ്രൊസീഡിംഗ് സോണിൻ്റെ അവിടെ നിന്ന് നേരെ നടന്നു കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡായിട്ടാണ്. കൊളംബോ ഫോർട്ട് ബസ്, കൊളംബോ ഫോർട്ട് ബസ്. ഹൗ മച്ച് റുപ്പീസ്? ഓക്കെ, ഞാനിവിടെ ഒരു AC ബസ്സിൽ കയറിയിട്ടുണ്ട്. എന്താ സെറ്റപ്പ് ഒന്നും അറിയില്ല. ഇവിടെ കണ്ട, ഇവിടെ നടുക്കൊരു സീറ്റ് ഇങ്ങനെ വെച്ചിട്ടാ. ഇവിടുത്തെ AC ബസ് ഒരു ട്രാവലർ പോലത്തെ ഒരു ബസ്സാണ്. അത് AC ആക്കി വെച്ചേക്കാണ്. രസമുണ്ടോ? നമുക്ക് എയർപോർട്ടിൽ നിന്ന് നടക്കാന്നുള്ള ദൂരമുള്ളൂ ഈ ബസ് സ്റ്റോപ്പിലേക്ക്.